ഇനി ഇമ്രാന്റെ ഒരു പരാക്രമം കാണിച്ചു തരാം. ക്ലീനിങ് ആണ്, ഞായറാഴ്ചയാണ്. കൃഷി രീതി ആകെ മാറിയില്ലേ, ചേഞ്ച് ചെയ്യില്ലേ വെറുതെ. രണ്ട് കാര്യങ്ങളാണ് ചേട്ടൻ ചെയ്യാറ്, ഒന്ന് പാതകം, ഒന്ന് അബദ്ധം. എന്റെ കുടുംബകാര്യം ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടാനായിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞു? അടിച്ചുകാരും പുല്ലുവലി. പൊടി എങ്ങനെയുണ്ടാവുന്നു, അതുകൊണ്ട് പൊടി എങ്ങനെയുണ്ടാവുന്ന പറഞ്ഞ ഉണ്ടാവട്ടെ. എന്റെ മൂട്ട പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മധുര മധുരമൊരു വേദന. അമ്മീനുകൾക്ക് ഇതിൽ തീറ്റിട്ട് കൊടുത്തു. അവറ്റ കണ്ടില്ലേ ബേസിന്ന് പൊരിഞ്ഞിരിക്കുന്നു. ചേട്ടന്റെ വർത്താനം കേട്ടോടുകൂടി അവറ്റോളൊക്കെ ഓടി. മര്യാദയ്ക്ക് അവരൊക്കെ ഇങ്ങോട്ട് വന്നതായിരുന്നു. അജാലി ഇമ്രാൻ രണ്ടുപേരും എന്തിട്ടാ മീന് തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരും. ഇത് 2 മണി അവന് കിട്ടണം. ഇതിന്ന് മീനിന്റെ തീറ്റ വേണം ആൾക്ക്, കോഴിത്തീറ്റ വേണം, അവരുടെ തീറ്റയും വേണം, എല്ലാതും വേണം. പേടിച്ചിട്ടുണ്ട്. ഇല്ല, അവര് തിന്നുണ്ട്. ഒരു അത്യാഹിതം സംഭവിച്ചു. ഇത് കഴിഞ്ഞ മുന്നിൽ തോട്ടത്തിലത്തെ വെള്ളം മാറ്റിയപ്പോഴേ വെള്ളം അവിടെ തുറന്നു വിട്ടു. ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ഏരിയന്ന് എനിക്ക് കാണാം വെള്ളം കുറയണതേ. പക്ഷെ വർക്ക് ഏരിയയിലത്തെ ജോലികളൊക്കെ ഞാൻ ഈ കാര്യം മറന്നു അകത്തേക്ക് പോയി. ടി വി കണ്ട് അവിടെ ഇരുന്നു. വെള്ളം മുഴുവനും പോയി. മീനുകളൊക്കെ പെടഞ്ഞ് കുറേ 2 വലിയ വാളകൾ ചത്തു, വേറൊരു വാളക്കുട്ടി ചത്തു, വലിയ കോഴിക്കാർപ്പുകൾ 2-3 എണ്ണം ചത്തു. ബാക്കിയുള്ള ഒരു ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ജഗ്ഗു എന്തിനോ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു. അപ്പം അന്ന് അവൻ ഞങ്ങളിട്ട് വിളിച്ചൂല്ല. അവൻ പൈപ്പ് തുറന്നിട്ടു, വേഗത്തിലുള്ള വെള്ളം തുറന്നിട്ടു. പക്ഷെ അവൻ നമ്മളോടൊന്ന് പറഞ്ഞെങ്കിൽ എന്നിട്ട് അവൻ പൈപ്പും തുറന്നിട്ടിട്ട് അവിടെ നിന്ന് ബക്കറ്റിൽ വെള്ളവും പിടിച്ചു കൊണ്ട് ഒഴിക്കുക. കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ കിടന്നിട്ട്. നമ്മളിന്ന് വിളിക്കണ്ടേ? അപ്പോ നമുക്ക് വേഗം ഈ മോട്ടർ കണ്ട ഇവിടെ ഉണ്ട് ഈ വെള്ളം, ഈ കുഴൽക്കിണറിന്റെ വെള്ളം. ഇതാ തുറന്ന് മോട്ടറിലേക്ക് അടിച്ച വേഗം വെള്ളമാവും. പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം അവൻ കുറെ സമയം എടുക്കുമല്ലോ. അത് ഇതൊരുത്ത് നോക്കിയിരിക്കണോ, ഇതിന്ന് കിട്ടാനാ 2 മണി. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അത് അപ്പോഴും ആലോചിക്കും വിഷമാവാ. നമ്മള് മറന്നിട്ടേ എനിക്ക് അന്നത്തെ ദിവസം ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. പിന്നെ ചേട്ടൻ എനിക്ക് വൈകുന്നേരം പപ്സൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ഞാൻ അങ്ങനെ ചോറിനാണ്ട് ഇങ്ങനെ ഇരിക്കണേ, എനിക്ക് ഭക്ഷണം ഇറങ്ങണില്ല. അപ്പൊ എനിക്ക് പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും നീ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം ഇപ്പൊ മിന്നാന്ന് വെള്ളം മാറ്റി. ഞാൻ ചവിട്ടുപിടിയും ഇരുന്നു വെള്ളം തുറന്നിട്ടിട്ട്. ഞാൻ ഈ കോണിയും ഇരുന്നു. അലാറവും വെച്ചില്ല, ഒന്നും വെച്ചില്ല. വെള്ളം കഴിയണവരെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പൈപ്പ് തുറന്നിട്ടു. മീൻ്റെ തീറ്റ ചേട്ടിട്ട് കൊടുത്താ വാ. ഇനി ഇത് ഫ്രണ്ടിലുള്ളവർക്ക്, ഫ്രണ്ടിലത്തെ മീൻകുളം കുറെ കാലങ്ങളായിട്ട് നമ്മൾ അതിലാ ഗപ്പികൾ 4 എണ്ണല്ലോ ഉള്ളു. വെള്ളം മാറ്റാറില്ല, ഒന്നും ചെയ്യാറില്ല. ആമ്പലും താമരയൊക്കെ വെച്ചതിന് ശേഷം ഇപ്പം ഇന്നാള് ജഗ്ഗു അത് ക്ലീൻ ആക്കണ കണ്ടില്ലേ? ക്ലീൻ ആക്കിയപ്പോഴില്ലേ അതിൽ 5 പിലോപ്പികള്. ആ കുട്ടികൾ ഇത്രയ്ക്കായിട്ടുണ്ട്. എവിടെ നിന്ന് വന്നൊന്നൊരു പിടിവില്ല. അത് തോന്നണമെന്ന് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എപ്പോഴോ മീനുകളെ ഒരു വട്ടം നമ്മളുടെ അതിൽ നിന്ന് പിടിച്ചപ്പോ കുറച്ചെണ്ണത്തിന് ഇതിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യത്തിന് ഇടയ്ക്ക് കൂട്ടാൻ വെക്കുക, ഇതിൽ നിന്ന് എടുക്കാൻ സുഖല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പാറ്റിയിട്ട് കുട്ടിയോട് പെട്ടതാണോ എന്നിട്ട് അറിയില്ല. അപ്പൊ അത് കാരണം ഇതിലും കുറച്ച് തീറ്റിട്ട് കൊടുക്കും. നല്ലൊരു ആമ്പൽ വിരിഞ്ഞു. പിന്നെ ഞാൻ 2 എണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെ വലിയ ചട്ടി വെച്ചിട്ട് അതിൽ ഈ വളക്കിട്ട് കൊടുത്തിട്ട് എല്ലുപൊടിയും ഒരു ചേച്ചി ചാലക്കുടിയിലുള്ള ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ വളം ചേർക്കണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കിഴി കെട്ടിയിട്ടിടണം. കിഴി കെട്ടിയില്ല ഞാൻ. പക്ഷെ ഞാൻ വളം കറക്റ്റായിട്ട് ചേർത്തപ്പോൾ ഇലകളൊക്കെ പിടിപിടുന്ന വലുതായി. ഇത് താമരയാണത്. താമര വെച്ചത് അന്നൊക്കെ വിരിഞ്ഞു. പിന്നെ അതിന്റെ എന്തോ ചിലപ്പോ വളത്തിന്റെ കുറവാവാം. എന്തായാലും അതും നന്നായി വളമൊക്കെ ചേർത്ത് കണ്ടാ ചേട്ടൻ കിട്ടി നീന്തുന്ന അത് വന്നിട്ട് മോളിക്ക് വരും. പിലോപ്പികൾ ഒന്ന് തീറ്റ എടുക്കും. അവറ്റകള് തീറ്റയൊന്നും ഇല്ലാണ്ട് എങ്ങനെ സർവൈവ് ചെയ്താവും ഇത്ര നാൾ. കണ്ടാ ചേട്ടൻ ഇതിലത്തെ പൂപ്പലൊക്കെ കഴിച്ച് അവര് വളർന്നു തോന്നുന്നുണ്ട്. അത് മതി അവർക്ക് തീറ്റ. നല്ല 5 സ്റ്റാർ മനസ്സിലായോ നിനക്കുള്ളതല്ലാന്ന്? ഇത് കണ്ടേ ഇവർക്കുള്ളത്. അത് ഇതിപ്പോ കയ്യിൽ നിന്ന് വന്ന് തിന്നും. കണ്ടതേ മണപ്പിച്ച് നോക്കിയേ കണ്ട. ബാക്കിയുള്ളത് കയ്യിൽ നിന്ന് വന്ന് തിന്നു. കഴിഞ്ഞു. ഇനി ഇമ്രാന്റെ ഒരു പരാക്രമം കാണിച്ചു തരാം.
നോക്ക് വേറെ 100 ബനിയനുണ്ട്, എന്നാലും ചേട്ടന് ഇതിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാകെ കറയൊക്കെ വന്ന് ആകെ നാശമായത്. പക്ഷെ എന്താണാവോ ഇപ്പോഴും ഇത് മിളിക്കാൻ കൈ പോവുള്ളൂ. പോരാട്ടാ ചൂലെടുത്താ ചൂല് പറമ്പലേ അവിടെ ഇന്ന് ക്ലീനിങ് ആണ്, ഞായറാഴ്ചയാണ് സൺഡേ ക്ലീനിങ്. കാലത്ത് കുറച്ച് കഴിഞ്ഞാൽ സരിതിക്ക് അടിയന്തരത്തിന് പോണം. നമുക്ക് 3 പേർക്കും അമ്മായിയുടെ അടിയന്തരാണേ ഇന്ന് ഞായറാഴ്ച. പിന്നെ സരിതര പെല വീടുന്ന ദിവസമാണ്. അപ്പോൾ ഞായർ അങ്ങോട്ട് പോകണം. ഇതിവിടെ മിറ്റടിക്കൽ സരിതിയാണ്. ഇപ്പോൾ അവൾക്ക് മിറ്റടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാലത്ത് മിറ്റടിക്കുന്നുണ്ട് സരിതിക്ക്. ഇവിടെ ആരോഗ്യം നഷ്ടപ്പെടണമെന്ന് പറഞ്ഞു മിറ്റടിക്കുമ്പോൾ. അല്ല ഇപ്പൊ വർഷക്കാലല്ലോ, വർഷക്കാലത്ത് കാലത്ത് എണ്ണിട്ടേ ചവറൊക്കെ നനഞ്ഞു കിടക്കുക. ഇവിടെ അടിച്ചാ നീങ്ങില്ല. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ രാത്രി മഴ പെയ്തതിന്റെ ഒരു നനവുണ്ട്, പക്ഷെ എന്നാലും അടിച്ചാൽ നീങ്ങും. ഇപ്പൊ അടിച്ച ചവറാണ് ഇത്. കമ്പോസ്റ്റ് കുഴിയിൽ കൊണ്ടുവരാൻ പോവാണ്. ഇത് ഇന്നലെ അടിച്ചിട്ട് വാരി വെച്ചാണതാട്ടാ. ഇന്ന് അടിച്ചു വാരിയിട്ടില്ല, ഇന്നിവിടെ അടിച്ചിട്ടില്ല. ഇന്ന് പഠിക്കാൻ ചവറില്ല. പറമ്പ് അച്ഛൻ പറയണ അവിടെ കുറെ ചവറുണ്ട് വെടുപ്പാക്കാണ്ട് മാവിന്റെ അവിടെ. തൊഴിലുറപ്പുകാർ 2 തൊഴിലുറപ്പുകാർ ഇവിടെ വഴിയിലേക്ക് കല്ലിഞ്ചൻ കൊണ്ടുവരുന്ന ചേരേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്ലിഞ്ചൻ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അഞ്ചേരി റോഡിൽ കൃഷിഭവൻ്റെ അവിടെ നിന്നുള്ള റോഡിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല എന്നുകൊണ്ട് വലിയ കല്ലിഞ്ചനുള്ള വണ്ടൻ വലിയതിൽ മറ്റേ ഈ മെക്കാടൻ ടാറിങ്ങിൻ്റെ കല്ലിഞ്ചൻ അവരാണ് ചെയ്യുന്നത്. പക്ഷെ അവർ വരില്ല. നോക്കിയേ നമ്മുടെ തക്കാളിക്ക് ഇപ്പോൾ തക്കാളിക്ക് വടിയൊക്കെ കെട്ടി നേരത്തെ തന്നെ ഒക്കെ കണ്ടേ. കൃഷി രീതി ആകെ മാറിയില്ലേ, ചേഞ്ച് ആയില്ലേ തരുത്. നമ്മള് കളി തമാശയൊക്കെ വിട്ട് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ പറിച്ചു കുഴിച്ചിടാ. കോലൊക്കെ വെച്ച് കെട്ടി ഇനി ഒന്നും മറിഞ്ഞു വീഴില്ല. കടമുളയൊക്കെ വെച്ച് കെട്ടി ഒക്കെ വാട്ടം വരാണ്ടിരുന്നാ മതി. വാട്ടം വരുന്നത് എൻ്റെ കയ്യിലല്ലേ കിടക്കുന്നത്. അതെ, സൂഡോമോണസ് ചേട്ടൻ തെളിച്ചു കൊടുത്താ. സൂഡോമോണസ് ഇട്ട് കൊടുത്തു. ഇതിൽ നിറയെ ചവറ. ഇനി ചാണം വന്നിട്ടേ ഇപ്പോൾ ഈ കമ്പോസ്റ്റില് ഒരു കാലത്തും ഇതിനി പൊടിയില്ല. അപ്പോൾ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് ചാണം വാങ്ങിക്കും. അപ്പോൾ ഒരു ട്രിപ്പ് ചാണം ഇതിൻ്റെ മുകളിൽ ഫുള്ള് നിരത്തിയിടും. അപ്പോൾ ഈ ഇതൊക്കെ ഉള്ളിലത്തെ ചപ്പ് ചവറ് ചെയ്യും. കണ്ടമാനം ചവറായി ഇതില്, കണ്ടമാനം ചവറായി ഇതില്. പിന്നെ ഇന്നലെ ഒരു പാചകം ചെയ്തു, അതുകൂടി കാണിച്ചു തന്നിട്ട് പോവാം. പാചകമല്ല, പാചകം ഇവിടെ. അതേ 2 കാര്യങ്ങളാണ് ചേട്ടൻ ചെയ്യാറ്. ഒന്ന് പാചകം, ഒന്ന് അബദ്ധം. ഇത് രണ്ടുമാണ് ഇവിടെ നോട്ടെ. അതെന്തിട്ടാന്നറിയോ, നമ്മുടെ തങ്കാഞ്ചി കൊണ്ടുവന്നിട്ടുള്ള ഇതാണ് നമ്മുടെ ഈ മധുരക്കിഴങ്ങാണ്. ഈ കാണുന്നത് മുഴുവട്ടാ. ഈ കാണുന്നത് കണ്ട, ഈ കളർ നീല കളർ കണ്ട. അപ്പൊ ഞാൻ ഈ അല്ല വയലറ്റാ കളറ്. അപ്പൊ നമ്മള് വലിയൊരു മറ്റേ സുമ കൊള്ളി ഇവിടെ കൂമ്പാരം കൂട്ടി വെച്ചിട്ട് അപ്പൊ അതിന്റെ കടക്കില് ഞാൻ ഒരു 3-4 അങ്ങനെ. ഇതെന്താ വലിച്ചിട്ടാണ്? അതാണ് ഇപ്പൊ പാചകം ചെയ്തെന്ന് പറയുന്നത്. ചേട്ടന്റെ പണിയാ? അതെന്തിനെന്നറിയോ, ഈ സാധനത്തമ്മ ഉണ്ടാവോ എന്നുള്ളത് ചെറിയേട്ടന് ഒരു സംശയമാണ്. ഏത് ഈ സാധനല്ലേ, ഈ മധുരക്കിഴങ്ങില് ഉണ്ടാവോ? ഇത് ചെറിയേട്ടൻ അവിടെ പറയുന്നില്ലേ, ബോക്സ് എനിക്ക് പൊളിക്കണം കുറച്ചാൾ കഴിഞ്ഞ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയില്ലെന്ന്. അപ്പൊ ഇതിന്റെ കടയ്ക്ക് ഉണ്ടാവോ എന്നറിയാനുള്ള ഒരു ഇത്. അപ്പൊ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 3-4 ജനം കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് അമ്മേരെ പോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കിയേ. അത് പറിച്ചതാണ് കേട്ടാ. അല്ല ഞാൻ കാണിച്ചു നോക്കിയേ, പറിച്ചപ്പോ വേണ്ട ഉണ്ടാവണ. അയ്യോ, അതൊക്കെ വണ്ണം വെച്ചേനെ. വണ്ണം വെക്കും അല്ല ഉണ്ടായി തുടങ്ങിയതാണ് വണ്ണം വെക്കുന്നത്. അപ്പൊ നമ്മള് ഇതും ഉണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കി ഒന്നും പറിക്കണില്ലാന്ന്. ഇനി അത് മാത്രല്ല, ഇത് വിപുലമായ രീതിയിൽ ഇനി നടാൻ പോവാ. കാരണം ഇത് ഉണ്ടാവുന്ന ടൈപ്പാണ്, നന്നായി ഉണ്ടാവുന്ന ടൈപ്പാണെന്ന് മനസ്സിലായില്ലേ ഈ ടൈപ്പ്. അപ്പൊ ചെറിയാണ്ട അവിടെ കടക്കിലും നന്നായിട്ടുണ്ടാവും. ഇത് ഒന്നുകൂടി കുഴിച്ചിടാം. ഇത് പൂവില്ല, കായ്ക്കോട്ടെ എടുക്കട്ടെ. ഈ കോഴിക്കാട്ടം മുഴുവൻ ഇവിടെ കൊണ്ടിട്ട് ഈ വാഴയൊക്കെ പോവാവോ ദൈവമേ. കോഴിക്കാട്ടത് കോഴിക്കൂട് വൃത്തിയാക്കിയപ്പോളേ കോഴിക്കൂട് ഇല്ല അത്ര അധികം അല്ലായിരുന്നേ. കോഴിക്കൂട് വൃത്തിയാക്കിയപ്പോ ഇവിടെ ചവറൊന്നുമില്ല. ഇവിടെ എവിടെ അടിച്ചു വരാൻ ചേട്ടനോട് ചൂലും കൊണ്ടുവരാൻ പറഞ്ഞേ. അവിടെ കടക്ക് വൃത്തിയാക്കാനാണ് ഇതിപ്പോ. കടക്ക് ഒരു ഇല പോലും വീണിട്ടില്ലല്ലോ ദൈവമേ. ഇത് കുഴിച്ചിട്ടാ ഞാനിവിടെ വെടുപ്പാക്കണമെന്ന് പറഞ്ഞപ്പോളേ ഞാൻ ഇന്നലെയും കൂടി വന്നപ്പോ ഇവിടെ ചവറൊന്നും കണ്ടതായിട്ട് ഓർക്കണില്ല. ഇവിടെ എവിടെയാ? ഇവിടെ ഒരു ചവറും ഇല്ല. ഇവിടെ പുല്ലാണ് വന്നേക്കണുള്ള ചേട്ടാ. പുല്ല് ഞാൻ ചെത്തി തരും, നീ വൃത്തിയാക്കിയാ മതി അവിടെ. അതെ, ഈ സാധനമൊക്കെ വലിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇതിന്മേലത്തെ കേട് ബാക്കി ചെടികളുമിലേക്കും വ്യാപിക്കുന്നു.
വാ ഈ സാധനം അത് ഈ വഴുതന ഇതില്ലേ എന്തൊരു ഭംഗിയിൽ വന്നു. അതേ ഒരെണ്ണത്തുമ്പോ കേട് വരുമ്പോ അത് വലിച്ച് ദൂരെ കൊണ്ടുപോയി വല്ല തീയിലിടണ ചേട്ടാ. നമ്മളത് നോക്കി നിൽക്കുമ്പോ ബാക്കിയുള്ളതും പോയി. അതാണ്ടായേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഇവിടെ ഞാൻ പുല്ല് ചെത്തി തരാം, നീറ്റാക്കിക്കോ. നമ്മുടെ ഗ്യാസും കുറ്റി ഈ പ്ലാസ്റ്റിക്കൊക്കെ കോർപ്പറേഷന് കൊടുക്കേണ്ടതാ. കണ്ട, ഇവിടെ ഞാൻ വെടുപ്പാക്കിയായിരുന്നു. ഇത്രയും പ്ലാസ്റ്റിക്കുകളുണ്ട്, കുറേ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ വൃത്തിയാക്കലാണ് കേട്ടോ. ഇവിടെ നല്ല നീറ്റായി കിടക്കണേ ചേട്ടാ. മത്തങ്ങ പൊട്ടിച്ചില്ലേ കേടാവോ? ഇല്ല അല്ലേ? മഴ കൊണ്ട് നിൽക്കണ കാരണം. നോക്കിക്കേ, വേണ്ട വലിപ്പൊന്നുമില്ല അധികം. ഇനി കുറേ ഉണ്ടാവണുണ്ട് കുഞ്ഞിതുകൾ, കുറേ എണ്ണം. പക്ഷെ എത്ര വലുതാവും എന്ന് നമുക്കറിയില്ല. ഇതെല്ലാത്തുമ്പിലും നിറച്ചുണ്ടാവുന്നുണ്ട് പുല്ല്. ഈ മാവിൻ്റെ കട, അതായത് നമ്മുടെ അതിർത്തി തർക്കല്ലേ, സഹോദരങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം, അത് സംഭവിച്ചത് ഇവിടെയാണ്. സംഭവിച്ചതല്ല, നമ്മൾ ഷൂട്ട് ചെയ്തത് ചേട്ടാ. ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെയാണ് അതിർത്തി ചെയ്തിട്ട് ജഗു ഞാലാടുമ്പോൾ അതെന്ന് പറഞ്ഞത്. അത് നമ്മുടെ യൂട്യൂബിൽ 39 ലക്ഷം പേരും, ഇൻസ്റ്റാഗ്രാമിൽ 21 ലക്ഷം പേരും, ഫേസ്ബുക്കിൽ 10 ലക്ഷം പേരും കണ്ടു. അപ്പോൾ അതിലത്തെ കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറേ ചിരിക്കാനുള്ളുണ്ട്. അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തേ, എൻ്റെ കുടുംബകാര്യം ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടാനായിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാള്. കുറേ പേർക്ക് അതേ അവരെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പോലെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇന്നമായിരിക്കുന്നത്, അത് നല്ല ഇതിൽ പോകാനായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ റിയാലിറ്റി അങ്ങനെയാവില്ലേ? നമ്മൾ നന്നായി നല്ലതുപോലെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. അതറിയാണ്ട് ഭയങ്കര പ്രശ്നമായിട്ട് വരും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി നമ്മൾ അതിനോട് സമരസപ്പെടാനായിട്ട് ശ്രമിക്കും. സമരസപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ ശ്രമിക്കും. പക്ഷെ എന്തോ നല്ല രക്ഷയിലേക്ക് എന്ത് ചെയ്യും? അപ്പം അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒരു കണ്ടന്റാണ് അത് കേട്ടോ. കുറേ സ്ക്രിപ്റ്റുകളുണ്ട്. എത്ര സ്ക്രിപ്റ്റാ ഷൂട്ട് ചെയ്യാൻ സമയമില്ല. എല്ലാവർക്കും ഒഴിവുള്ള സമയമാവണ്ടേ? ജയന്തേച്ചിക്കും പ്രേമേട്ടനും ഞങ്ങൾക്കും. അങ്ങനെ ചിലപ്പോൾ കഥാപാത്രങ്ങൾ കൂടുതൽ ആവശ്യമുള്ള സ്ക്രിപ്റ്റാവേ. അങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. രസമാണ് അങ്ങനത്തെ. ഈ വ്ളോഗ് ഷൂട്ടിംഗ് പോലെയല്ല, അത് ഭയങ്കര രസമല്ലേ പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ തമാശകളുണ്ടാവും. പിന്നെ ബിഹൈൻഡ് ദ സീൻസ് പോലത്തെ അങ്ങനത്തെ ഇല്ല. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് ആരാട്ടെ, അതായത് നമ്മളുടെ ഷൂട്ടിങ്ങിന് മുൻപുള്ളതും ഷൂട്ടിങ്ങിന് ശേഷമുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ബ്ലൂപ്പേഴ്സ് വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡിലീറ്റ് ആക്കാണ്ട് എടുത്തേക്കാൻ. എന്നിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ അത് ഇടാൻ. മറ്റേ വീഡിയോ ചിലപ്പോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടാണ്ടാവും. ഏത് ബ്ലൂപ്പേഴ്സാ? അതൊക്കെ അതിന് കൈയോടെ നിധി മാച്ച് കളയില്ല. കാരണം ഇത് കണ്ടമാനം വലിയ ഫയലുകളായിരിക്കില്ല. അപ്പോൾ ചിരിച്ച് വയ്യാണ്ടായിട്ടുണ്ട്. മറ്റേ സമയത്താ ചേട്ടാ അനിയ അത് വിളിച്ച ആ സീനല്ലേ? ആ സീൻ ഞങ്ങൾക്ക് ചിരിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടേ ആരെങ്കിലും ഒരാൾ ചിരിക്കും. അപ്പോ എല്ലാവരും അത് വളരെ സീരിയസ് സീനാണല്ലോ. പക്ഷെ ഇവരുടെ ചേട്ടാ അനിയ എന്നുള്ള വിളിയില്ലേ, സ്നേഹമാണല്ലോ തുടക്കം കാണിക്കുന്നത്. ഭയങ്കര സ്നേഹമാണല്ലോ. യഥാർത്ഥത്തിലുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരണേ. പിന്നെ ആകാശത്ത് നിന്ന് അച്ഛനമ്മയും നമ്മളെ ഈ മോളിൽ നോക്കുമ്പോൾ ഒരു മുകളിലേക്ക് നോക്കണം. ജഗു, സരിത, ഞാൻ, പ്രേമൻ, ജയന്തി എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് ആകാശത്ത് നോക്കണം. അപ്പൊ എന്താണെങ്കിലേ ലൈറ്റ് സൂര്യന്റെ അടിച്ചിട്ട് ഇവർക്ക് കണ്ണ് പൊളിച്ചിട്ട് മുകളിലേക്ക് നോക്കാൻ പറ്റില്ല. അതാണ് ഷൂട്ട് ചെയ്തിട്ട് ശരിയാവണില്ല. എല്ലാവരും ഒരേപോലെ നോക്കണ്ടേ? ഫോക്കസ് ഔട്ട് ആവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് വന്നിട്ട് അത് ശരിയാവണില്ല ഷൂട്ട് ചെയ്യാനത്. അല്ല, പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സംഭവം. അതിർത്തി തർക്കങ്ങൾ പല സ്ഥലങ്ങളിലും. ആദ്യം നമ്മുടെ ഇവിടെ അതിർത്തി തർക്കം 2 കൂട്ടർ പേര് തമ്മിൽ ഉണ്ടായിട്ടാ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ ചരിത്രം ഞങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അടുത്ത്. അപ്പൊ അവർക്ക് 2 പേർക്കും കൂടി ഒരു എതക്കിണറാണ്. അതായത് നടുവീകോടെയാണ് കിണർ. 2 സൈഡിലേക്കും അപ്പുറം. അത് ഭയങ്കര പ്രശ്നല്ലേ അതിർത്തിയിൽ കിണർ. അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്.
ഈ ഇതിലത്തെ കമന്റില് ഒരു ആള് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർക്കും കൂടിയിട്ട് അതിർത്തി കിണറെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേർക്കും കിണർ ഉപയോഗിക്കണം. അപ്പൊ ഒരു കൂട്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പശുക്കളുണ്ട്, അവരെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കിണറ്റിൽ കൊണ്ടുവന്ന് ചാണം കലക്കും. ഉപയോഗിക്കണല്ലേ? ആ വഴക്കു ഭയങ്കര വഴക്കാണ്. ഇപ്പുറത്തുള്ളവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കൊണ്ടുവന്ന് കലക്കില്ല. മനസ്സിലായ? അപ്പൊ രണ്ടു കൂട്ടർക്കും ഇതില്ലേ, രണ്ടു കൂട്ടർ ഉപയോഗിക്കണ ഈ വെള്ളം തന്നെ, രണ്ടു കൂട്ടരും വഴക്ക്. അങ്ങനെ ഇത് മറ്റേ ഇതില് പറഞ്ഞിട്ടുണ്ട്, ഈ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പേര് അവരെ അനുഭവങ്ങള്. നമ്മളുടെ ഇവിടെ റീസർവേ വന്ന സമയത്തേ നമ്മുടെ ആ അതിർത്തി എന്ന് പറയണത് ആ അറ്റം തൊട്ട് ആ നമ്മുടെ ഗേറ്റിന്റെ അവിടെ തൊട്ട് നമ്മുടെ വീടിന്റെ ആ മൂലയില് നമ്മുടെ മേച്ചേരി കിണർ കുടിലിന്റെ മൂല അവിടെ വരെ 10-14 വീട്ടുകാരാ അപ്പുറം അതിർത്തി ഇത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ റീസർവേക്കാർ വന്നിട്ട് അളവെടുത്തപ്പോൾ 14 സെന്റാണ് നമ്മുടെ കുറവ്. മൊത്ത സ്ഥലത്തില് 14 സെന്റ് നമ്മുടെ അങ്ങോട്ട് കയറി എടുക്കുന്നുണ്ട്. ഈ അപ്പുറത്ത് 14-18 സെന്റ് അങ്ങോട്ട് ഈ അപ്പുറമുള്ള ഇത്രയും വീട്ടുകാരായിട്ട് നമ്മൾ വഴക്കൂടേണ്ടി വരും. അപ്പൊ അവരെന്നെ ചോദിച്ചു, അന്ന് റീസർവേ എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും കൂടിയിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ് അതിർത്തി, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് സമ്മതം, ഓക്കെ സമ്മതം, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കല്ലിട്ട് പോയി ഉടനെ അന്ന് വന്നപ്പോ. അപ്പോ അവര് നമ്മളെ വിളിച്ച് പറഞ്ഞു, അളവ് മൊത്തം എടുത്തപ്പോ ഇത്രക്ക് സ്ഥലം കുറവുണ്ട്, ഇത്രക്ക് സ്ഥലം നമ്മുടെ പോയി 18 സെന്റ് സ്ഥലം പോവാന്ന് പറഞ്ഞാലത്തെ കാര്യം ആലോചിക്കല്ലേ. അത്ര സെന്റ് സ്ഥലം അവരൊക്കെ ആയിട്ട് വഴക്കൂടേണ്ടി വരും. അപ്പൊ നമ്മള് എല്ലാവരും പറഞ്ഞു ഇവിടെ ഉള്ളവര് അങ്ങനെ സമാധാനപ്രിയരാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ടാണോ എന്നിട്ടാണ് അച്ഛനല്ലേ ഇത് വാങ്ങിച്ചിട്ടേക്കണേ. അപ്പോ എല്ലാവരും പറഞ്ഞു സാറില്ല പോട്ടേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അതിർത്തി എല്ലാവരും എന്നിട്ട് അങ്ങനെയാണ് മതിൽ കിട്ടിയത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊന്നും ഇവിടെ അതിർത്തി വെറുതെ മരങ്ങളൊക്കെയാ. പിന്നെയാണ് ഈ റീസർവേ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോ കൂട്ടരായിട്ട് അപ്പുറ സൈഡൊക്കെ മതിൽ കെട്ടി. മേച്ചേരിയുടെ അതിർത്തിയില് മുന്നേ ആ കരിങ്കല്ല് അതുണ്ടായിരുന്നു, പിന്നെ അവരൊക്കെ കെട്ടി. പിന്നെ ഈ സൈഡ് മൊത്തം നമ്മളാണ് കെട്ടിയിട്ടുള്ളത്. അത് ഇന്ദുവിന്റെ കല്യാണത്തിന്റെ സമയത്തല്ലേ, അതുവരെ ഇതൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കായിരുന്നു. നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു. പിന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് 48 സെന്റ് സ്ഥലം, ഇത് നമ്മുടെ വീടിന്റെ ബാക്കിലത്തെ വീട്ടുകാരില്ലേ നീതു ജയനൊക്കെ ഇല്ലേ, അവരുടെ സ്ഥലം. അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവരായിരുന്നു സജീവനും ഷാൻചേട്ടനും ചെറിയേട്ടനും കൂടി വാങ്ങിച്ചതാണ് ഇത്. അത് 2005 വാങ്ങിച്ചിട്ടുള്ളതാ ഈ സ്ഥലം. ഇപ്പം അടുത്താണ് അളന്ന് തിരിച്ചൊക്കെ ഇട്ട് ആധാരമൊക്കെ വേറെ ആക്കി മാറ്റിയെന്ന് മാത്രം. ചെറിയേട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇതിൽ പറയണ പോലെയൊക്കെ ആണെങ്കിൽ ചെറിയേട്ടൻ വരുന്നതിൽ പറയാം, പൗരാണികമായ വേഷം ധരിച്ച് ഒരാൾ വരുന്നുണ്ട്. ഇത് മതി സുഖം. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം, ചെയ്യില്ലാന്ന് വെച്ചിട്ടല്ലേ. അല്ല ഇതിപ്പോ അമ്മേരെ വയറ്റിൽ നിന്ന് പഠിക്കണമെന്നല്ലല്ലോ ഈ വക സാധനങ്ങളൊന്നും. ഇതൊക്കെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയൊന്നല്ലല്ലോ. ചെറിയ കോരിണ്ട്, അതുകൊണ്ടാകുമ്പോ നിനക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ലാന്ന്, എന്തൊരു കഷ്ടാ നോക്ക്. കണ്ടാ നമ്മള് ഇവരുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധ കൊടുക്കണ്ടെന്ന് അറിയും. ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ വീട് നിൽക്കണ അത്ര ഏരിയ കാട് പിടിച്ച് നിറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് കുറേ പുളിമരങ്ങളുണ്ടായിരുന്നു, കുറേ കശുമാവുകളുണ്ടായിരുന്നു. അങ്ങനെ എന്താ ചിരിക്കണ നീ? അപ്പോൾ എന്നിട്ട് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് ഈ ചുറ്റും പെട്ടെന്നൊന്നും വൃത്തിയാവില്ലല്ലോ. നമ്മളെ ചെത്തിയിട്ടാലും 2 ദിവസം കഴിയുമ്പോഴേക്കും പുല്ലിങ്ങനെ വരും. എന്നും കാലത്ത് എന്തോര സമയാന്നറിയോ. എനിക്കിങ്ങനെ ഈ അടിച്ചു വാരും പുല്ല് വലിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞുതരാട്ടാ, 1 അടിച്ചാൽ 3 നുള്ളണം എന്നാ പറയാ. അപ്പോൾ അടിച്ചു വാരാൻ്റെ ഒപ്പം പുല്ലും പറിച്ച് പോകണം എന്നല്ല, അത് വെറുതെ പുല്ല് നിൽക്കണോടം ചിലർ ഇങ്ങനെ അടിച്ചു വാരി പോവും, പുല്ലൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചു വാരിട്ട സ്ഥലം കണ്ടാലും വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ പറയാ, എന്തുട്ട് 1 അടിച്ചാൽ 3 തുള്ളണം എന്നാ. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവില്ല സരിത അടിച്ചു വാരനാണ്, 1 വട്ടം അടിക്കാം 3 അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ കളിയാക്കും. അതെ, നിന്റെ അമ്മ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മിറ്റക്കിന് ആ മിറ്റത്തൊക്കെ പറ്റും.
ഇത് ഒരു 5-10 സെന്റ് സ്ഥലം മിറ്റടിച്ച് കാരണം ഒരു നേരം വൈകുന്നേരം ഇവിടെ മിറ്റടിക്കും ചില സമയങ്ങളിൽ. അപ്പൊ അത്രയും സ്ഥലത്ത് ആകുമ്പോ കുമ്പിട്ട്. പക്ഷെ എനിക്ക് മുറ്റങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കില്ലേ, നിറച്ചത് ഇതുപോലെ ചരലായിട്ട് അടിച്ചു വാരിട്ടിട്ട് ഇങ്ങനെ ചരല് വന്നിട്ട് ഇങ്ങനെ എനിക്ക് അങ്ങനെ കിടക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല സംതൃപ്തിയാണ്, കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. എനിക്ക് അതുകൊണ്ട് അത് അടിച്ചു വാരുമ്പോഴോ പുല്ല് വലിക്കുമ്പോഴോ പുല്ല് വലിച്ച് നഖമൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു എൻ്റെ ആ സമയത്ത്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ സ്ഥലമില്ലേ, ഈ വലിയേട്ടൻ്റെ ഈ ബാക്ക് ഭാഗം, ഇവിടെ മൊത്തം നമ്മൾ കുറ്റിമുല്ല കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഈ കുറ്റിമുല്ല കൃഷി ചെയ്തിട്ട് അതിൽ വളമിട്ട് കൊടുക്കണത് മുഴുവൻ കുറ്റിമുല്ലകളെ കാണാനില്ല, പുല്ലാണ്. ഈ വളം മുഴുവൻ വലിച്ചെടുത്ത് പുല്ലാണെന്ന് അറിയാം. എന്നിട്ട് കാലത്തെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് ഉച്ച വരെ പുല്ല് വലിക്കായിരിക്കും ഞാനും ചേട്ടനും ഇതിൻ്റെ ഇടയിലത്തെ. ഇവിടെ ഭയങ്കര വെയിലാ. എന്നിട്ട് കയ്യൊക്കെ ആ സമയത്ത് അച്ഛനും വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ അച്ഛനമ്മയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ വിഷമം, കാരണം കറുത്ത് കരിവാളിച്ച് വെയിൽ കൊണ്ടിട്ടേ. പിന്നെ ഇങ്ങനെ വിരലുകളൊക്കെ കാണുമ്പോൾ പുല്ല് വലിച്ചിട്ട് അതൊക്കെ ഒരു കാലം. ഇപ്പൊ പിന്നെ പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ, അതാരെ വെളുത്തു. ഈ മണ്ഡലത്തെ പുല്ല് കൈ കൊണ്ട് വലിക്കണം കേട്ടാ, കൃഷിയേരെ അടുത്തുള്ള ചെറുതാ. മണ്ഡലത്തെ പുല്ല് കൈ കൊണ്ട് വലിക്കുന്നത് ഇതിങ്ങനെ. അത് പിന്നെ ഒറ്റയ്ക്കുള്ള പുല്ലുകളായിരിക്കും. അതറിയാം, അത് അല്ല ചെത്താൻ പറ്റില്ലല്ലോ. അത് നമ്മള് ഇങ്ങനെ മിറ്റങ്ങളെ ഇപ്പോൾ ഒക്കെ ഒരുവിധം ടൈല്, കടപ്പ, ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇടുക എല്ലാവരും. പക്ഷേ നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഒരു പോസ്റ്റാണ്, വീട്, പഴയ വീട്, അതിൻ്റെ മുന്നിൽ വിശാലമായ മുറ്റം, ഇങ്ങനത്തെ ഈ ചരല് പോലത്തെ ഇങ്ങനെ 2 സൈഡിലൊക്കെ അങ്ങനെ മാവൊക്കെ ആയിട്ടും അതൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് വഴികൾ. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, ഇതുപോലത്തെ ഒരു മുറ്റം കാണാൻ നിങ്ങൾക്ക്. അയ്യോ എന്ത് രസം മുറ്റം കാണാന്നറിയോ, എനിക്ക് കൊതിയോ അത് കാണുമ്പോ ചരല് നിറച്ചായിട്ടേ. അല്ല അങ്ങനെ ഇത് കൂടുതൽ കിട്ടുന്നു. പക്ഷേ ഈ ചരല് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് പൊടി കണ്ടമാനം വരും, നമുക്ക് കണ്ടമാനം ഈ പൊടി ശ്വസിക്കേണ്ടി വരും. ചരല് എന്ന് പറയുമ്പോ പൊടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ പൊടി മിറ്റടിക്കും, പൊടി നമ്മൾ അന്തരീക്ഷത്തിൽ കാണും. നിനക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല അന്തരീക്ഷത്തിൽ വല്ല പൊടി ഉണ്ടെന്ന്, പൊടി പടലങ്ങളും പൊടി പടലങ്ങളുണ്ട്, എപ്പോഴും അന്തരീക്ഷത്തിൽ പൊടി പടലങ്ങളുണ്ട്. നമ്മളിപ്പോ കടപ്പൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഈ വിരിക്കണ വരെ നമ്മൾ എന്തുട്ടായിരുന്നു പൊടി തിന്നും റോഡ് സൈഡിലല്ലോ. അല്ല നമ്മുടെ അറിയോ, നല്ല വേനൽക്കാലം വരുമ്പോ ആദ്യം തന്നെ മോട്ടർ അടിച്ച് ഇങ്ങനെ ചീറ്റിച്ചിട്ട് നനയ്ക്കും. ഓർമ്മയുണ്ടോ ജഗുവിന്? അപ്പോൾ ആ പുതുമണ്ണിൻ്റെ പോലത്തെ ഒരു മണം വരും. കുറച്ച് ഏരിയ മൊത്തം ഏരിയ നനച്ചിട്ട് അടിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് അടിച്ചു വരുത്തുമ്പോഴേക്കും ലാസ്റ്റ് ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ കുറച്ച് ഭാഗം നനയ്ക്കും, അടിച്ചു വരും. നമ്മുടെ മുടിക്കോട് നാഷണൽ ഹൈവേ പണിയില്ലേ, സർവീസ് റോഡ്, മറ്റേ അടിപ്പാത പണിന്റെ അവിടെ റോഡ് സൈഡിൽ പൊടി കൊണ്ട് നിറഞ്ഞിട്ട് അവിടെയുള്ള നാട്ടുകാര് അമ്മമാര് ഇവരൊക്കെ വന്ന് സമരം ചെയ്തൊക്കെ കണ്ടില്ലേ, പൊടി നിന്നിട്ട്. അപ്പോ പൊടി എങ്ങനെയുണ്ടാവുന്നു, അതുകൊണ്ട് പൊടി എങ്ങനെയുണ്ടാവുന്ന പറഞ്ഞേ ഉണ്ടാവട്ടെ. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ. ഇതെവിടെ പേടിക്കട്ട് എന്തുട്ട ചെറിയ പണി, എന്തുട്ട നടാൻ പോണേ? പയറാ? എന്തുട്ട പടക്കം അലാമിട്ട് പൊട്ടണു. മരത്താരപ്പള്ളി പെരുന്നാളാ? പുത്തമ്പള്ളിയിലെന്താ അവിടെ നിന്ന് കേൾക്കണേ? പുത്തമ്പള്ളി പെരുന്നാളിന്റെ അടുത്താണ്. പുത്തമ്പള്ളി പെരുന്നാളിന്റെ സമയത്താണ് മരത്താരപ്പള്ളി പെരുന്നാൾ. ഓ അങ്ങനെ. മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യമാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കണത്. അപ്പം നമുക്ക് ജീവിക്കാൻ എന്തുമ്മലാണ് പിടിച്ച് കയറുക, എന്ത് ചെയ്താലാണെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാന്നിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ്. ആ സമയത്ത് കുറ്റിമുല്ല കൃഷി ചെയ്യുമ്പോൾ ജഗ്ഗൂല്ല. ആ സമയത്താ ഇല്ല, നീ ജനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വീട് മാറി കഴിഞ്ഞ പിന്നെയാ അതിൻ്റെ പിന്നാലെയാ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മളുടെ ആവശ്യത്തിന്, നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ ചെയ്യണു. പിന്നെ ചേട്ടൻ വേറെ ജോലിക്ക് പോണ ആളല്ലല്ലോ, ചേട്ടന് പകലിഷ്ടം സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ചേട്ടന് ചെയ്യാവുന്നതുള്ളൂ. ഞാനും കൂടി അതിൻ്റെ ഒപ്പം ഇറങ്ങി ചെയ്യേണ്ട ആവശ്യം എനിക്ക് വീട്ടിൽ പണികളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ അത് എനിക്ക് മടി, പണിയെടുക്കില്ല, വാചകം മാത്രം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു മാത്രം ആളുകൾ. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടാ, വെറുതെ വൃത്തിയാക്കി ഇടുന്നു, അത്രേ ഉള്ളൂ. അല്ല വൃത്തിയാക്കി നമുക്ക് വീഡിയോ എടുക്കണ്ടല്ലോ, വൃത്തിയാക്കി കിടക്കട്ടെ. എൻ്റെ
ഈ ചെണ്ടുമല്ലികളൊക്കെ മറിഞ്ഞു തുടങ്ങിയിട്ടാ ഒക്കെ. കാലാവധി കഴിഞ്ഞു തുടങ്ങി അല്ലേ? അല്ല ഇതൊക്കെ വീണ് കണ്ട അതൊക്കെ ചെരിഞ്ഞു. കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയിൽ നിൽക്കും. വീണ് കിടക്കാം. ഇവിടെ നിറയുന്നോണ്ടില്ലേ സരിത ഇതിന്റെ ചെടികളെ വിത്തുകൾ വീണിട്ടേ. ഇതിന്റെ വിത്ത് കിട്ടുമോന്നുള്ളതാ സംശയം. അതെ ഇത് ഈ ഹൈബ്രിഡ് ആയോണ്ടേ നോക്കി നോക്കാം നമുക്ക്. സരിത ഇവിടെ ഒരു കാര്യം ഞാൻ ചെയ്തു. നീക്കറിയോ എന്തുട്ടാ? ഞാൻ ഇപ്പൊ കളക്കണ വശത്ത് എന്തുട്ടെങ്കിലും സംഭവിച്ചിട്ടുണ്ടാ മാറ്റം? അല്ല ഇവിടെ ഇരുന്നോടന്ന് ഇഞ്ചിക്കോ? ഇഞ്ചി അതാണോ? അതെവിടേക്ക് പോയി? അവരൊക്കെ ഒന്നും പോയിട്ടില്ല. അങ്ങോട്ട് കൊണ്ടു. എല്ലാവരും നോക്കിയാ ഇഞ്ചിനെ ഇവിടെ ഒരു സ്ഥലത്ത് ഒതുക്കി ഞാൻ ഇത് മിഞ്ഞാന്ന് നോക്കിയേ കടാ. എല്ലാവരും ഈ സൈഡിലേക്ക് ഒതുക്കി ഇഞ്ചി തടം ഇവിടേക്ക് ആക്കി. അല്ല ഇവർക്ക് ഇപ്പൊ ഈ ഗ്രോ ബാഗിലായാലും കുഴപ്പമില്ല കേട്ടാ. പറിച്ചു കൊണ്ടൊന്നും കുഴിച്ചിട്ടില്ലല്ലോ. ജഗ്ഗോ വെല്ലിശൻ ജ്യൂസ് അടിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട്. നിനക്ക് പോവാറായ? അതെ എപ്പോ ജ്യൂസ് അടിച്ചു? ഇപ്പനെ ചോദിച്ചാ? അതിന്റെ തല പിടിച്ചാ അവിടേക്ക് വയ്ക്കാൻ ഒക്കെ ചാക്കിലാക്കണം നമുക്ക്. ഇവിടേക്ക് ചാക്ക് വന്നിട്ടേ പ്ലാസ്റ്റിക് ചാക്കിലാക്കണം. ഇവിടെ ഈ പേൾ ഗ്രാസ് എന്ന് അറിയണുണ്ടല്ലോ. ഇത് എവിടെന്നാ? ചേട്ടാ ചെത്തിയോടത്തോളം വരെ എന്റെ വാരിടലും അടിച്ചു വാരലും കഴിഞ്ഞ് ചെത്തിയിട്ട് കാണാം. അതുകൊണ്ട് അല്പം വിശ്രമമാകാം. വിശ്രമത്തിനിടയിൽ സരിത ഒരു പാട്ട് പാടും. കളക്കൽ നിർത്താം. പാട്ട് പാടുമ്പോൾ ഞാൻ ഈ മറ്റേ കളക്കണ ശബ്ദം കളയും. പാടിക്കോ. കളക്കണത് മ്യൂട്ടാക്കും ചേട്ടൻ. അല്ല അതേ നിർത്തും. എൻ്റെ എൻ്റെ മൂട്ടില്ല മൂട്ടാക്കല് ഈ നിർത്തും ഇങ്ങനെ. പാടിക്കോ. ഏത് പാട്ടാ? നിനക്ക് ഇഷ്ടമുള്ള പാട്ട്. ഊഞ്ഞാലിരുന്ന് പാടാൻ പറ്റിയൊരു പാട്ട്. ഞാൻ വേണമെങ്കിൽ ഊഞ്ഞാല അടിച്ചതരാം. അതൊന്നും വേണ്ട. ആട്ടിയറിന്റെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇതിൽ ആടാൻ ഇഷ്ടമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കാൻ ഇഷ്ടമുള്ളൂ. ജഗ്ഗു പറഞ്ഞൊരു പാട്ട്. ജഗ്ഗു പറയണ പാട്ട് പാടും. കിട്ടില്ലെങ്കിലോ? അത് കിട്ടില്ലെങ്കിലോ? ജഗ്ഗുവിന് ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പാട്ടുകളാണ്. പിന്നെ ജഗ്ഗുവിന് ഇഷ്ടമുള്ളതൊക്കെ പണ്ടത്തെ ഞാൻ പാടുന്നത് കേട്ടിട്ടാവും അല്ലേ? പണ്ടത്തെ പാട്ടുകളില്ലേ ഞാൻ പാടാറുള്ള ടൈപ്പ് അങ്ങനത്തെ പാട്ടുകൾ ജഗ്ഗുവിന് ഇഷ്ടമാണ്. എത്ര നാളായി ഞാൻ പറയണു ഒരു ഡ്യൂറ്റ് പാടാന്ന് എന്ന് പറഞ്ഞാലും ചേട്ടൻ പറയും കിട്ടില്ലേ വരികൾ കിട്ടില്ല അല്ലേ? പഠിച്ചൂടെ? പാട്ട് പാടാൻ പോവാ. ചേട്ടൻ വരികൾ പഠിച്ചിട്ട് പാടാന്ന് പറഞ്ഞോടായിട്ട് കുറെ നാളായി. ഇത് പഠിക്കലില്ല. അത് കാരണം നോക്കി പാടാൻ പോവാ. അല്ല അത് വരെ അഭിനയിച്ച് പാടാന്ന്. പണ്ടത്തെ സിനിമ നടന്മാര് പാടും. ഞാൻ അങ്ങനെ ഇരിക്കാം. ഹൃദയ സഖിനി ജീവിതമൊരുക്കും മധുവിധുരചനിതൻ മാറത്ത് കൽപ്പനാലക്ഷങ്ങൾ പൂമാരി ചൊരിയും രാഗാനുഭൂതിതൻ വസന്തോത്സവം പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. അടുത്തൊരുപാട് മല്ലികാബാണൻ മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു മാറിലോ എൻ്റെ മനസ്സിലോ മധുര ഞാൻ അഭിനയിച്ചു നോക്കിയതാ. അത് അഭിനയിക്കാൻ പറ്റില്ല. അഭിനയോ പാട്ടോ ഒരുമിച്ച് നടക്കില്ല. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന മദകരമാമൊരു വേദന മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. അടുത്തത് പറഞ്ഞ നിന്റെ വരിയാണ് അടിപൊളി.
അകലെ അകലെയാ സൗന്ദര്യത്തിൻ അളകനന്ദയുടെ തീരത്ത് തങ്കക്കിനാവുകൾ താലമെടുക്കും താരുണ്യ സങ്കൽപ്പമതിരോത്സവം പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം ആ ആ മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാര മലർ കൊണ്ടു ശരം തൊടുത്തു മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന മതകരമാമൊരു വേദന. മതിയില്ലേ? ഇപ്പൊ ചേട്ടനാട്ടാ ഷൂട്ട് ചെയ്യണേ.